ബ്രോ എനിക്ക് ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നല്ല ANC ഉള്ള നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള കംഫർട്ട് ഉള്ള ഓവർ ഇയർ ഹെഡ്ഫോൺസ് വേണം, എന്നാൽ കാണാനും നല്ല ലുക്ക് ആയിരിക്കണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് ഈ പുതിയ ബോട്ടിന്റെ ബോട്ട് റോക്കേഴ്സ് 512 ANC. ഐ മീൻ ഈ ഒരു പ്രൈസിന് ഈ ഹെഡ്ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. ഫോർ എക്സാമ്പിൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സിലാണ് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിട്ട് നമുക്ക് ഹെഡ്ഫോൺ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, ഒരു ചെറിയൊരു പൗച്ച് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് സി കേബിൾ കൂടാതെ ഓക്സ് കേബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ്ഫോൺസ്. ആൻഡ് ഇത് കാണുമ്പോൾ തന്നെ ഒരിക്കലും പറയില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് ഞാൻ ഫൈനലി പറയാം. ബട്ട് ആ ഒരു പ്രൈസിനാണ് ഇത് വരുന്നതെന്ന്. കാരണം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റി ഞാൻ എടുത്ത് പറയാനുള്ള കാരണം, ഞാൻ എപ്പോഴും ഒരു ഹെഡ്ഫോണിൽ ചെക്ക് ചെയ്യുന്ന കാര്യം, ഇത് തലയിൽ ഊരി വെച്ച് ചെയ്യുമ്പോൾ ഈ ഹിഞ്ചസ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൽ ഞാൻ ഈ ഒരു ഹിഞ്ച് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾക്ക് മെറ്റാലിക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ എത്ര റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒടിഞ്ഞു പോകില്ല, നല്ല ഡ്യൂറബിൾ ആണ്. ഇതാണ് എൻ്റെ കൈ കിട്ടിയിട്ട് കുറേ നാളായി. ഞാൻ ഈവൻ എയർപോർട്ട്സിൽ വരെയും യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ് ഇതിൻ്റെ കംഫർട്ട് ഒന്നും പറയാനില്ല. ഞാൻ ഇരുന്നൊരു ഫുൾ മൂവി, ഒരു 3 hour മൂവി 3 hour ഫ്ലൈറ്റിൽ കണ്ടിട്ട് പോലും ഇതിൻ്റെ ഈ ഒരു കുഷൻസ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര സ്മൂത്താണ്. തലയിൽ വയ്ക്കുന്ന ഈ ഒരു ഭാഗത്തും കുഷൻസ് ഉണ്ട്. ഓവറോൾ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഇതിനകത്ത് കുറേ അധികം കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഇങ്ങനെ തിരിക്കാനായിട്ട് പറ്റും. ഇനി ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, വോളിയം പ്ലസ് ആൻഡ് വോളിയം മൈനസ് ഉണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ മൈക്രോഫോൺ വരുന്നുണ്ട്. ഇനി ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ANC ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു LED ഉണ്ട് ANCയുടെ സ്റ്റേറ്റസ് കാണിക്കാൻ. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് വരുന്ന ഒരു സെക്ഷനാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത് തന്നെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഇനി ഇത് ചെവിയിൽ വെച്ച് ഓണാക്കിയ ശേഷം ഈ ANC ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ 40 dB ANC ആണ് എന്നുള്ളതുകൊണ്ട് ബിസി ആയിട്ടുള്ള എയർപോർട്ടിലായിക്കോട്ടെ, നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് പോലും നല്ല രീതിയിൽ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ ദിസ് നോയ്സ് ക്യാൻസലേഷൻ വൈസ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന പല ഹെഡ്ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഞെട്ടിച്ച കാര്യം എന്താ അറിയോ, ഇത് ഫുൾ ചാർജ് ചെയ്തിട്ട് ഞാൻ നോയ്സ് ക്യാൻസലേഷൻ വെച്ചാണ് എപ്പോഴും ഉപയോഗിക്കാറ്. എന്നിട്ട് പോലും ബാറ്ററി ഉണ്ടല്ലോ അസാധ്യമാണ്. ഇതിലിപ്പോഴും ബാറ്ററി എനിക്ക് തോന്നുന്നു 80% ഉണ്ട്. അതായത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 മണിക്കൂറോളം ANC ഉൾപ്പെടെ ANC ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിലായിട്ട് എഴുതിയേക്കുന്ന കാണാൻ എൻ്റെ ബാറ്ററി സ്പെസിഫിക്കേഷൻ 800 mAh ഒരു ബാറ്ററിയാണ് ഈ ഡിവൈസിനകത്തുള്ളത്. ഇനി ANC നിങ്ങൾക്ക് പ്രശ്നമല്ല, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെ അത്യാവശ്യമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 80 മണിക്കൂർ, അതായത് ഡെയിലി നിങ്ങളിപ്പോൾ 3 മണിക്കൂറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാണ്ട് ഉപയോഗിക്കാം. ഇനി ചാർജ് എങ്ങാനും തീർന്നു പോയാലോ, ഹെഡ്ഫോൺ ഓൺ ആവുന്നില്ലെങ്കിലോ, പെട്ടിക്കാണ് നിങ്ങൾ ഓക്സ് കേബിൾ എടുക്കുക, ഇതിലേക്ക് കുത്തുക, എവിടെയാണെന്ന് വെച്ചാൽ കുത്തിയിട്ട് നിങ്ങൾക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റും, ചാർജ് ഇല്ലെങ്കിൽ പോലും. ഇനി ഞാൻ ഇതുകൊണ്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്ത് നോക്കി മൈക്രോഫോൺ ക്വാളിറ്റി നോക്കാനായിട്ട്. ആൻഡ് മൈക്രോഫോൺ ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. മൈക്രോഫോൺ സാമ്പിൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കേൾപ്പിച്ച് തരാം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇതിനകത്ത് ENX അഥവാ ENX ടെക്നോളജി എന്ന് പറയുന്നത് എൻവറോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ അതുണ്ട്. ആ ഒരു ANC കൂടാതെ മൈക്കിനും നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ കളഞ്ഞിട്ടാണ് അവിടെ കേൾക്കുന്നതെന്നുള്ളതുകൊണ്ട് കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഒരു സാമ്പിൾ കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ബോട്ട് റോക്കേഴ്സ് 512 ANCന്റെ മൈക്രോഫോൺസിലൂടെയാണ്. സോ കോൾ ചെയ്യുമ്പോൾ ഏകദേശം ഇത്തരത്തിലായിരിക്കും ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ശരി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് പറഞ്ഞുപോയി. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? സൗണ്ട് ക്വാളിറ്റി വൈസ് ഞാനൊരു കാര്യം പറയാം. ഒരു ഹെഡ്ഫോണിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതായത് നല്ല ബേസ് വേണം. എന്നാൽ ചിലപ്പോൾ ബേസ് കൂടി പോകുമ്പോൾ ഡയലോഗുകൾ ക്ലിയർ ആവില്ല. ഡയലോഗിലൊക്കെ എക്സ്ട്രാ ആയിട്ട് ബേസൊക്കെ കയറി വരുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് നോട്ടീസ് ചെയ്തില്ല. എന്തോ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ബേസ് അത്യാവശ്യം നല്ലതാണ്, എന്നാൽ മിഡ്സും പ്രോപ്പറാണ്, ട്രിബിളും നല്ലതാണ്. വിച്ച് മീൻസ് ബാലൻസ്ഡ് ഓഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ കുറച്ചൊരു എക്സ്ട്രാ എന്തോ ഒരു പഞ്ചി ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളർ സറൗണ്ട് സൗണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി വൈസും ഇത് ഈ ഒരു പ്രൈസ് പോയിന്റ് വൺ ഓഫ് ദ എന്താ പറയുക നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തരുന്നൊരു ഹെഡ്ഫോണാണ്. ഇനി ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഉള്ള ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ
ബോട്ടിന് ഹിയറബിൾസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആപ്പുമായിട്ട് ഇത് പെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള EQ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്യൂൺ ചെയ്യാം. അതിനകത്ത് പല പ്രീസെറ്റുകളുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങളുടെ ചെവിക്ക് എങ്ങനെ വേണോ അത് നിങ്ങൾക്ക് തന്നെ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഈ ഇയർഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓഫാക്കി കഴിഞ്ഞാലും പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയർഫോൺ വെച്ചിട്ട് നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ ഇയർഫോൺ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കില്ല. ഇതിങ്ങനെ ഊരിയിട്ട് എന്താ പറഞ്ഞേ നിങ്ങൾ കേൾക്കണ്ടേ, അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ANCയുടെ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ആംബിയൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞ് ആംബിയൻറ്റ് മോഡ് ഓൺ ആവും. അത് ഓണായി കഴിഞ്ഞാൽ ഇതിൻ്റെ മൈക്ക് പുറത്തുള്ള സൗണ്ട് ആംപ്ലിഫൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഊരാതെ തന്നെ പുറത്തുള്ളവരായിട്ട് സംസാരിക്കാനായിട്ടും പറ്റും. ഞാൻ പേഴ്സണൽ ഒരു ഗെയിമർ അല്ല, ബട്ട് ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് 40 millisecondsൻ്റെ ലോ ലേറ്റൻസി അഥവാ ബീസ്റ്റ് മോഡ് ഇതിനകത്തുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.4 വേർഷനാണ് വന്നിരിക്കുന്നത്. സോ ലേറ്റൻസിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സൗണ്ടിൻ്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. ട്രാൻസ്മിഷൻ ആൻഡ് റേഞ്ചും പക്കയാണ്. ഓക്കെ, ഇനി ഇത്രയും നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു. വാട്ട് ഈസ് ദ പ്രൈസ്? ഇതിന് പ്രൈസ് വരുന്നത് 3000 റുപ്പീസിന് താഴെയാണ്. 2999 റുപ്പീസിനാണ് ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്ര കുറഞ്ഞ പ്രൈസിന് ആരും പ്രതീക്ഷിക്കില്ല. ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇത്രയും നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും ഡീസൻ്റ് എന്നല്ല നല്ലൊരു ANC കിട്ടുന്ന, ചാർജ് ഇല്ലെങ്കിൽ പോലും ഓക്സ് കേബിൾ കുത്തി കേൾക്കാനായിട്ട് പറ്റുന്ന, ആൻഡ് ചാർജ് ഇല്ലാത്ത കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും നല്ല പോലെ ബാറ്ററി നിൽക്കുന്ന ആൻഡ് കണ്ടു കഴിഞ്ഞ ഒരു ബഡ്ജറ്റ് ഹെഡ്ഫോൺ ആണ് എന്ന് പറയാത്ത ഒരു ഹെഡ്ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 512 ANC ഇഷ്ടപ്പെടും. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെക്ഷനിലോ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.